ഹായ്, നിങ്ങൾ ചിലപ്പോഴെങ്കിലും ജീവിതത്തിലൊരു മിറാക്കിൾ സംഭവിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാറില്ലേ? പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ നേടാൻ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ മറികടക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതല്ലാതെ ഒരു ഫലമോ പരിഹാരമോ കാണാതെ പോകുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങളിൽ പലരും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടാകും, ഒരു മിറാക്കിൾ സംഭവിച്ചിരുന്നെങ്കിൽ, ഈ പ്രപഞ്ചശക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലുണ്ടായി, ഒരു അത്ഭുതം സംഭവിച്ച് ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പ്രത്യാശയുടെ വാർത്ത ഉണ്ട് എന്നതാണ്. ആ മിറാക്കിൾ നമുക്ക് എല്ലാവർക്കും സാധ്യമാണ്. ഇതൊരിക്കലും നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിനോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയോ പറയുന്നതല്ല. നിങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തിനിടയിൽ ഈ ലോകത്ത് പല മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അത്ഭുതകരമായി കരകയറി ജീവിതം തിരിച്ചു പിടിച്ചവരെ കുറിച്ച്. അപ്പോഴെല്ലാം അതൊക്കെ അങ്ങനെ ചിലർക്ക് അപൂർവങ്ങളിൽ അപൂർവങ്ങളായി, പ്രത്യേകിച്ച് സൗഭാഗ്യമോ അല്ലെങ്കിൽ ദൈവ കടാക്ഷമോ ഒക്കെ കിട്ടി സംഭവിച്ചതാകാമെന്ന് കരുതി നിങ്ങൾ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ മനസ്സിലാക്കാനുള്ളത്, അത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അത് ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ സാധ്യമാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്കും സാധ്യമാണ്. നിങ്ങൾക്കും ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കാനും, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടാനും, ജീവിതത്തിൽ ഉയർന്നു കയറി വരാനുമുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്. അങ്ങനെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ എടുക്കാനുള്ള വളരെ സിമ്പിളായ എന്നാൽ വളരെ പവർഫുള്ളായ ഒരു സ്റ്റെപ്പാണ് നിങ്ങളുടെ പേര് ആ ഒരു അത്ഭുതത്തിന് കൊടുക്കുക എന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒരു അത്ഭുതം എഴുതുക എന്നത്. ഇത്രയും നാൾ മറ്റുള്ളവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട നിങ്ങൾ, ഇനി നിങ്ങൾക്കും ആ ഒരു അത്ഭുതം സാധ്യമാണ് എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വിശ്വസിക്കുകയാണ് ഈ സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ അത്ഭുതവും സംഭവിക്കുമെന്ന ഉറപ്പാണ് ഇവിടെ നൽകുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു അചഞ്ചലമായ ഉറപ്പ് സ്വയം കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ യൂണിവേഴ്സിന് അല്ലെങ്കിൽ യൂണിവേഴ്സൽ മൈൻഡായ സബ് കോൺഷ്യസ് മൈൻഡിന് ആ മിറക്കിളിന് വേണ്ടി പ്രവർത്തിച്ച് തുടങ്ങാൻ കഴിയുകയുള്ളൂ. പലർക്കും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാത്തതിന് പ്രധാന കാരണം അവർക്ക് സ്വയം ഇങ്ങനെ അക്കാര്യം ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതിന് കാരണം എന്ത് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പറയുമ്പോഴും അതിൻ്റെ കൂടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള വാക്കും കൂടി പറയുന്നത് കൊണ്ടാണ്. എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അത് പറഞ്ഞാലും ഈ ഒരു വാക്കും കൂടി ചേർത്ത് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള സാഹചര്യം കൂടി ഒരുക്കും. ആ ഒരു വാക്കാണ് പക്ഷേ എന്ന വാക്ക്. എനിക്കത് വേണം, പക്ഷേ, അല്ലെങ്കിൽ അത് നടക്കുമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ആ വാക്ക് പറയുന്ന നിമിഷം മനസ്സിൽ അതൊരു സംശയത്തിൻ്റെ ഫീലിംഗ് കൊണ്ടുവരികയാണ്, മനസ്സിലെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയാണ്. ഉദാഹരണത്തിന്, എനിക്ക് ഈ കടത്തിൽ നിന്നൊക്കെ ഒന്ന് കരകയറണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള പൈസ എങ്ങനെ വരുമെന്ന് ഒരു ഐഡിയയുമില്ല. എനിക്ക് കുടുംബത്തിൽ സമാധാനം വേണമെന്നുണ്ട്, പക്ഷേ കൂടെ ഉള്ള ആളുകളുടെ സ്വഭാവം അനുസരിച്ച് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ കരിയറിൽ വലിയ ഉയർച്ച വേണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള ബന്ധങ്ങളോ സ്വാധീനമോ ഇല്ല. എൻ്റെ ബിസിനസ് വലിയ രീതിയിൽ വികസിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ ഈ മാർക്കറ്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. ഈ രീതിയിലാണ് എന്താഗ്രഹിച്ചാലും അതിൻ്റെ കൂടെ ഒരു പക്ഷേയും കൂടി ചേർത്ത് പറയുക എന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് എന്താഗ്രഹിച്ചാലും എന്ത് ഉറപ്പിച്ചു പറഞ്ഞാലും അത് നേടിത്തരുവാൻ വേണ്ടി സദാ ഒരുക്കമുള്ള ഒരു സംവിധാനമാണ്. എന്ത് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എന്തും നേടിത്തരാനുള്ള ഒരു കഴിവതിനുണ്ട്. നമ്മളൊരു കാര്യം വേണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേടിത്തരുവാൻ അത് അതിൻ്റെതായ വഴികളിലൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ശ്രമം അപ്പോൾ തന്നെ തുടങ്ങുന്നുണ്ട്. എന്നാൽ നമ്മൾ ആ ആഗ്രഹം പറഞ്ഞതിന് ശേഷം അതിന് പിറകെ ഒരു പക്ഷേയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ വാക്കുകളെ അനുസരിക്കാൻ ബാധ്യസ്ഥതയുള്ള ഉപബോധ മനസ്സ് ആശയക്കുഴപ്പത്തിലാകും. നമ്മളൊരു കാര്യം വേണമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്ന ഉപബോധ മനസ്സ് നമ്മളതിൻ്റെ കൂടെ പക്ഷേ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അക്കാര്യം സ്റ്റോപ്പ് ചെയ്യും. നമ്മളപ്പോൾ ആ പക്ഷേ എന്ന് പറയുന്നത് ആ സന്ദർഭത്തിനോടനുബന്ധിച്ചുള്ള
ഭൗതികമായ അല്ലെങ്കിൽ ലോജിക്കലായ ചിന്ത വെച്ചിട്ടാണ്. നമുക്ക് നല്ല ഉയർന്ന ആഗ്രഹങ്ങൾ ഉണ്ടാകും, പക്ഷെ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ കാണും. എന്നാൽ യൂണിവേഴ്സൽ മൈൻഡായ സബ് കോൺഷ്യസ് മൈൻഡിന്, അതായത് നമ്മുടെ ഉപബോധ മനസ്സിന് അങ്ങനെ പ്രായോഗിക ചിന്ത ഇല്ല എന്നുള്ളതാണ്. അതിന് ലോജിക്കില്ല, റീസണിങ് ഇല്ല. അതിന് നമ്മുടെ സാധാരണ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിനേക്കാൾ പല ഡയമെൻഷനുകളിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ സാധാരണ മനസ്സിന് ഒരു സൊല്യൂഷൻ കാണാൻ ഒന്നോ രണ്ടോ മാർഗങ്ങൾ മാത്രം മുന്നിൽ കാണാൻ കഴിയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് 2 അല്ല 10 അല്ല 100 അല്ല 1000 അല്ലെ 10,000 വഴികൾ കാണാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം പവറാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഒരു മുട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്കത് ലോജിക്കലായി പ്രായോഗികമായി ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, പിന്നെ അതിന്റെ ഭാരം പരിപൂർണമായി ഈ പ്രപഞ്ചശക്തിയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യപ്രയത്നത്തിന് പരിധിയുണ്ടാകുന്നിടത്താണ് ദൈവിക ശക്തിയുടെ ഇടപെടലുണ്ടാകുന്നത്. ചിന്തകളിലെ ആശയക്കുഴപ്പം ഇല്ലാതാകുമ്പോഴാണ് ഉപബോധ മനസ്സിന് ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് വേണ്ടത് സാധിച്ചു തരുവാൻ വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പക്ഷേ പോലുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ ആശയക്കുഴപ്പത്തിലാക്കാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്തരം വാക്കുകൾ തീർത്തും ഒഴിവാക്കുക. ശരണം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളെ പ്രപഞ്ചശക്തിയിൽ ഭാരമേൽപ്പിക്കുക. അപ്പോൾ മുതൽ പ്രപഞ്ചം നിങ്ങളിലേക്ക് അത്ഭുതങ്ങളുടെ വാതായനങ്ങൾ തുറന്നു തരും. കാരണം പ്രപഞ്ചത്തിന് അസാധ്യമായി ഒന്നുമില്ല.